പലാശപുഷ്പസങ്കാശം താരകാകാരമസ്തകം രൗദ്രം രൗദ്രഗുണോപേദം തം കേതും പ്രണമാമ്യഹം. പ്രിയമുള്ള പ്രേക്ഷകരെ, നവഗ്രഹത്തിൽ കേതുവിൻ്റെ സ്തോത്രമാകുന്നു ഇത്. കേതു എന്നാൽ രാഹുവിൻ്റെ പുച്ഛമാകുന്നു. രാഹു എവിടെയുണ്ടെങ്കിലും ആ രാഹുവിൻ്റെ 7ാം ഭാവത്തിൽ കേതു ഉണ്ടാകും. അത് വക്രിയായി സഞ്ചരിക്കുന്നു രാഹുകേതുക്കൾ. ഇതിൻ്റെ പിറകിലുള്ള ഒരു വലിയ കഥ, അമൃത കടിയുന്ന സമയത്ത് നാഗരാജാവായ രാഹു അമൃത കഴിക്കുന്നു, അങ്ങനെ ദീർഘായുസ്സാകുന്നു. ആ സമയത്ത് പെട്ടെന്ന് ദേവന്മാർ വന്ന് രാഹുവിനെ വെട്ടുന്നു. അങ്ങനെ അതിൻ്റെ ശിരസ്സും ഉടലും പരസ്പരം വിച്ഛേദിക്കപ്പെടുന്നു. ആ ശിരസ്സാകുന്നു ഡ്രാഗൻസ് ഹെഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാഹു, തമഹ, അഗുഹു. അതിൻ്റെ വാലാകുന്നു, ഉടൽ ഭാഗമാകുന്നു കേതു, ശിഖി, ശിഖാധരഹ, കേതുഹു എന്ന നാമത്തിലൊക്കെ കേതു അറിയപ്പെടുന്നു. നാം പലപ്പോഴും പറയാറുണ്ട് കേതുവിന് ഹേതുവില്ല. കേതുദശ അല്ലെങ്കിൽ കേതുവിൻ്റെ അപഹാരകാലം വരുമ്പോൾ ഒരു കാരണവുമില്ലാതെ എന്തെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ മനുഷ്യന് ഉണ്ടാകുന്നു. രാഹുദശ 18 വർഷമാണ്, കേതുദശയാകട്ടെ 7 വർഷമാണ്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് കേതുവിൻ്റെ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങളാണ്. നാം ഇവിടെ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ രാഹു ചാരവശാൽ സഞ്ചരിക്കുന്നത് കുംഭത്തിലാണ്. കേതുവാണെങ്കിൽ അതിൻ്റെ 7ാം ഭാവമായ ചിങ്ങൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. 1.5 വർഷമാണ് രാഹുകേതുക്കൾ ഒരു രാശിയിൽ നിൽക്കുന്നത്. എന്താണ് കേതു ഉണ്ടാക്കുന്ന ദോഷം? കേതു ശുഭഗ്രഹമല്ല, കേതു ഒരു പാപഗ്രഹമാകുന്നു. കേതോർദശായാം, കേതുവിൻ്റെ ദശ അല്ലെങ്കിൽ അപഹാരങ്ങളിൽ അല്ലെങ്കിൽ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയത്ത് അരി ചോര ഭൂവൈഹി, അരി ശത്രുക്കളെ കൊണ്ടും ചോരൻ കള്ളന്മാരെ കൊണ്ടും ഭൂവഹ, ഭുവം പാതി ഇതി ഭൂവഹ, ഭൂമിയെ ഭരിക്കുന്നവർ രാജാക്കന്മാരെ കൊണ്ടും പീഡാം, അവരെ കൊണ്ട് പല രീതിയിലുള്ള പീഡകൾ അനുഭവിക്കുന്നു. അതിനാൽ കേതു എന്തുണ്ടാക്കുന്നു? പീഡിപ്പിക്കുന്നു. ഒരു വ്യക്തിയെ കള്ളന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്നു, ശത്രുവാൽ പീഡിപ്പിക്കപ്പെടുന്നു, തൻ്റെ ഹയർ ഒഫീഷ്യൽസ് രാജാവിനാൽ പീഡിപ്പിക്കപ്പെടുന്നു. ശസ്ത്രഭീതിയും, ആയുധം കൊണ്ട് ഭീതിയെ ഭയപ്പെടുത്തുന്നു. സർജറി മുതലായ വിഷയങ്ങൾ വരുന്നു. ശത്രുവിൻ്റെ അക്രമത്തിൽ താൻ പെട്ടുപോകുന്നു. ഉഷ്ണരോഗം, ശരീരത്തിൽ ചൂടുമൂലമുണ്ടാകുന്ന രോഗങ്ങളുണ്ടാകുന്നു. ഈ കേതുദശയിലാണ് പഴയകാലത്ത് വസൂരി മുതലായ രോഗങ്ങൾ, നാം ചിക്കൻ ബോക്സ് മുതലായ രോഗങ്ങൾ, സോറിയാസിസ് അല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലംസ്, ഇതൊക്കെ കേതുവിനെ കൊണ്ടുണ്ടാകുന്നു. മിഥ്യാപവാദം, മിഥ്യ അപവാദം, അനാവശ്യമായ അപവാദങ്ങൾ കേൾക്കും. നാം വെള്ള ഷർട്ടിട്ട് പോകുമ്പോൾ ആരെങ്കിലും മഷി കുടഞ്ഞാൽ ആ ഷർട്ട് ഉപയോഗശൂന്യമാകും, മോശമായി പോകും. അപ്രകാരം തൻ്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ കേതുവിലുണ്ടാകും. കുലദൂഷിതത്വം, തൻ്റെ കുലത്തിന് ദൂഷിതത്വം, തൻ്റെ കുലം ദൂഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. വന്യർഭയം പ്രോഷണം ആത്മദേശാത്, തീ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. തീ എന്നാൽ വെറും അഗ്നി മാത്രമല്ല, കണ്ണുകൾക്കുണ്ടാകുന്ന അഗ്നി, കണ്ണുകളിലുണ്ടാകുന്ന അഗ്നി നേത്രാഗ്നിയാണ്. വയറിലുണ്ടാകുന്ന അഗ്നി ജഠരാഗ്നിയാണ്. ഇതൊക്കെ അഗ്നിയാണ്. ഈ ആഗ്നികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പ്രോഷണം ആത്മദേശം, ആത്മദേശാത് പ്രോഷണം, തൻ്റെ ദേശത്തിൽ നിന്ന് മാറിപ്പോകുന്നു. നിർബന്ധപൂർവം താൻ മാറ്റപ്പെടുന്നു. തനിക്ക് പലപ്പോഴും മറ്റൊരു രക്ഷയില്ലാതെ, ഗത്യന്തരമില്ലാതെ താൻ മാറിപ്പോകുന്ന ഒരവസ്ഥയും സംജാതമാകുന്നു. ഇതൊക്കെ കേതു ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇവിടെ എന്താണ് കേതുവിനുള്ള പരിഹാരം? ഞാൻ ഓരോ വീഡിയോ എടുക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് തരുന്ന സന്ദേശം ഇതാണ്. എങ്ങനെയാണ് ഈ കേതുവിൻ്റെ ദോഷങ്ങളെ പരിഹരിക്കുക? രാഹുകേതുക്കളുടെ മന്ത്രം തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ. ചിന്മുദ്രയിൽ കൈകൾ വെച്ചുകൊണ്ട് ഈ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് എണ്ണാം. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ. ഇതൊരു 9 തവണ ക്രമേണ ചൊല്ലുക. പിന്നീട് 18 തവണയായി വർദ്ധിപ്പിക്കാം. നല്ല മന്ത്രമാണ്. കേരളത്തിന് വെളിയിലുള്ളവർക്ക് നവഗ്രഹത്തിൽ രാഹുകേതുവിന് പൂജ ചെയ്യാം. കേരളത്തിലുള്ള വ്യക്തികൾക്ക് തങ്ങളുടെ ജന്മനക്ഷത്രത്തിന് രാഹുകേതുക്കൾക്ക്
ആയില്യപൂജ, സർപ്പബലി, നൂറുംപാലും നാഗങ്ങൾക്ക് ചെയ്യാം. കേതു ഭരിക്കുന്ന നക്ഷത്രങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, മകം, മൂലം. ഇത് 3 കേതുവിലെ നക്ഷത്രങ്ങളാണ്. ഈ 3 നക്ഷത്രങ്ങളിലും നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാം. ഇപ്രകാരം ഈ കേതുവിൻ്റെ ദോഷം മാറണം, മാറ്റണം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മാരാജ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളെ നമുക്ക് ചിന്തിക്കാം. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി. ഇവിടെ ധനുരാശിക്കാർക്ക് ചാരവശാൽ കേതു 9ാം ഭാവത്തിൽ നിൽക്കുന്നു. സ്വാഭാവികമായി 9ൽ രാഹു നിൽക്കുമ്പോൾ നല്ല ഫലമാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്രകാരം 9ൽ കേതു നിൽക്കുമ്പോഴും ചില നല്ല ഫലങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്യമതസ്ഥരിൽ നിന്നും തനിക്ക് ഗുണങ്ങളുണ്ടാകും, അല്ലെങ്കിൽ തൻ്റേതല്ലാത്ത ഇതര ജാതിക്കാരിൽ നിന്നും ഇതര മതസ്ഥരിൽ നിന്നും കേതു സൗഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യും. ക്ലേശങ്ങൾ ഒരു പരിധിവരെ നശിപ്പിക്കുമെന്ന് രാഹുകേതുക്കൾ 9ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ചമത്കാരിക ചിന്താമണിയിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, ശിഖീ ധർമ്മഭാവേ യഥാ ക്ലേശനാശക. ധർമ്മഭാവേ 9ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ക്ലേശനാശക, ക്ലേശങ്ങൾ നശിപ്പിക്കുന്നതാണ്. സുതാർത്തി ഭവേത് മ്ലേച്ഛതോ ഭാഗ്യവൃത്തി. തനിക്ക് മ്ലേച്ഛന്മാരിൽ നിന്നും ധാരാളം, അന്യമതസ്ഥരിൽ നിന്നും അന്യ ജാതിയിൽപ്പെട്ടവരിൽ നിന്നും തനിക്ക് സൗഭാഗ്യങ്ങൾ ലഭിക്കും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സുതാർത്തി, സന്താന വിഷയത്തിൽ തനിക്ക് ദുഃഖമുണ്ടാകും. സന്താന വിഷയത്തിൽ ക്ലേശങ്ങളും പ്രയാസങ്ങളും, സന്താനം കാരണം അല്ലെങ്കിൽ സന്താനങ്ങൾ മൂലം തനിക്ക് ദുഃഖമുണ്ടാകും എന്നൊരു പ്രത്യേക ഫലം പറഞ്ഞിരിക്കുന്നു. 9ാം ഭാവം ഭാഗ്യഭാവമാകുന്നു. പ്രത്യേകിച്ച് ധനുരാശിക്കാർക്ക് പറഞ്ഞൊരു ഫലമുണ്ട്, പിതൃധനി. പൂർവികമായി പിതാവിൻ്റെ ധനം, പ്രശസ്തിയൊക്കെ ധനുരാശിക്കാർക്ക് ലഭിക്കും. 9ൽ കേതു നിൽക്കുമ്പോൾ ആ ഭാവത്തിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കാരണം 9ാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുന്നത് ധർമ്മത്തിൻ്റെ, ദയയുടെ, പുണ്യത്തിൻ്റെ എന്താണ് നാശത്തെ സൂചിപ്പിക്കുന്നു. അതിനാൽ പൈതൃകമായ ദുരിതങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. കേതു മാതാമഹകാരകനാണ്. കേതുവിനെ കൊണ്ട് അമ്മയുടെ അമ്മ, അച്ഛൻ്റെ അമ്മ, പിന്നെ തൻ്റെ മാതാവ്, അമ്മാമ്മന്മാർ ഇവരെ സൂചിപ്പിക്കുന്നു. ഇവർക്കൊക്കെ കേതു ദുഃഖങ്ങളുണ്ടാക്കും. സഹോദര ഗുണം കുറയും. സഹോദവ്യഥ, തൻ്റെ സഹോദരങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്ന് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നു. ബാഹുരോഗം വിധത്തെ, തൻ്റെ ബാഹുക്കൾക്ക്, കൈകൾക്ക് രോഗമുണ്ടാകും. കാരണം 9ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു നോക്കുന്നത് 3ാം ഭാവത്തിലേക്കാണ്. 3ാം ഭാവം ശരീരത്തിൽ വരാംഗ, മാനനം, ഉരഹ, മാറിടമാണ്. ഈ ഭാഗങ്ങളിൽ നിന്നും കൈകളിലുള്ള ഭാഗത്തെയാണ് ഉരഹ, ഉരസ്, മാറിടം, വക്ഷസ് എന്ന് പറയുന്നത്. ഈ ഭാഗങ്ങളിൽ അപകടം, ക്ലേശങ്ങൾ ഉണ്ടാവുക. ഈ ഉത്സവ സമയത്തൊക്കെ 9ൽ കേതു നിൽക്കുന്ന വ്യക്തിക്ക് പലപ്പോഴും ഈ പടക്കങ്ങൾ പൊട്ടിക്കുമ്പോൾ കൈകൾക്ക് വലിയ പരിക്ക് വരാറുണ്ട്. അപ്രകാരം മൂർച്ചയുള്ള ആയുധങ്ങൾ തൻ്റെ കൈകൾക്ക് വരിക, കൈകൾക്ക് അപകടം വരിക, ഫ്രാക്ചറുകൾ വരാം. ബാഹുരോഗം എന്നുദ്ദേശിക്കുന്നത് ഇതാണ്. തപോദാനതോ ഹാസ്യവൃദ്ധിം തദാനി, താൻ തപസ്സനുഷ്ഠിക്കുമ്പോഴും ദാനം ചെയ്യുമ്പോഴും അത് വെറും ഷോ ആയി മറ്റുള്ളവർ കാണും. അങ്ങനെ മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമാകുന്നു. അതിനാൽ 9ൽ കേതു വരുമ്പോൾ ചില പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാമെന്ന ആഗ്രഹത്തോടുകൂടി വലിഞ്ഞു കയറി ചെയ്യുന്ന ദാനങ്ങൾ, തപസ്, അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ താൻ സമൂഹത്തിൽ പരിഹാസ്യപാത്രനാവും. അതിനാൽ 9ൽ കേതു വരുമ്പോൾ ദാന, തപസ്, പ്രാർത്ഥനകൾ മുതലായവയിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ മുന്നിട്ടിറങ്ങി മറ്റുള്ളവരുടെ മുന്നിൽ ഷോ കാണിച്ചാൽ താൻ വളരെയധികം എന്താക്കപ്പെടും? താൻ വളരെയധികം പരിഹാസ പാത്രമായി സമൂഹത്തിൽ മാറുമെന്ന് അറിയുക. 9ാം ഭാവം ധാർമ്മിക ഭാവമാകുന്നു. 9ൽ കേതു വരുമ്പോൾ കേതുദശയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് വളരെയധികം പരിഹാരം ബ്രാഹ്മണ പ്രീതിയാണ്. കേതോ ബ്രാഹ്മണ ശാപതശ്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ബ്രാഹ്മണപ്രീതി നിങ്ങൾക്ക് ചെയ്യാം. വിഷ്ണു ക്ഷേത്രത്തിൽ രക്ഷസിന് പായസം ചെയ്യാം. വിഷ്ണുവിന് തുളസിമാല പാൽപ്പായസം ചെയ്യാം. കേതു പലപ്പോഴും ഗണപതിയെ സ്മരിക്കുന്നുണ്ട് പല പ്രമാണങ്ങളിലും. അതിനാൽ വെള്ളിയാഴ്ചകളിൽ ഗണപതിക്ക് നാളികേരം ഉടയ്ക്കാം. ഇതൊക്കെ ഈ കേതുവിൻ്റെ ഈ ചാരവശാലുള്ള 9ാം ഭാവത്തിലുള്ള മാറ്റം വരുമ്പോൾ അശ്വതി, മകം, മൂലം നക്ഷത്രക്കാർക്ക് ചെയ്യാവുന്നതാണ്. മൂലം നക്ഷത്രക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നക്ഷത്രത്തിൻ്റെ അധിപനാകുന്നു കേതു. അതിനാൽ നാഗക്ഷേത്രത്തിൽ രാഹുകേതുക്കളുടെ പൂജകൾ, പരിഹാരങ്ങൾ ചെയ്യുക.
ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ മുതലായ പരിഹാരങ്ങളൊക്കെ തന്നെ ധനുരാശിക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ സംജാതമാകാൻ പ്രാപ്തമാകുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും ഒരു ശോഭനമായ കേതുവിൻ്റെ 18 മാസക്കാലം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.